ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ മുളകിട്ട അയലക്കറിയാണ്. അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ചെറിയുള്ളി, പകുതി തക്കാളി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് നന്നായി ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. എല്ലാം നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു കറിച്ചട്ടി വെച്ച് ഫ്ലെയിം ഓണാക്കി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. രണ്ടും കൂടി ഒന്ന് പൊട്ടിയതിന് ശേഷം അതിലേക്ക് 10 ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക. നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് ചെറിയുള്ളി വെച്ച് മാത്രം ഉണ്ടാക്കണ മുളക് കറിയാണ്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ഇത് ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഉണ്ടാക്കിയാൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നായി വഴറ്റി എടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് പകുതി തക്കാളി കൂടി ഇട്ട് കൊടുക്കുക. നേരത്തെ പകുതി തക്കാളി നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി 2 കഷ്ണം കുടപ്പുളി ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇത് വെച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായി തിളച്ചതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ച അയിലയുടെ പീസ് ഇട്ട് കൊടുക്കുക. നന്നായി വറ്റി കുറുകി വരുന്നത് വരെ 5 മിനിറ്റ് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കാം. നന്നായി തിളച്ച് വറ്റി കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റി മുളകിട്ട അയലക്കറി റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.